ലാൽസലാം പൃഥ്വിരാജ് നായകനായി എത്തിയ ഖലീഫയുടെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുക കൂടെ ചെയ്യാണ്. സിനിമയ്ക്ക് എബോവ് ആവറേജ് റിവ്യൂ ആണ് വന്നിരിക്കുന്നത് ഇന്ന്. അതുകൊണ്ട് തന്നെ സിനിമയുടെ പ്രതീക്ഷിച്ച രീതിയിലൊക്കെയുള്ള കളക്ഷൻ നമുക്ക് വരുമോ എന്നുള്ളത് ഉറ്റുനോക്കേണ്ട കാര്യമാണ്. പ്രീസെയിലൂടെ മാത്രം വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 6.5 കോടിയോളമാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് കേരള ട്രാക്ഡ് കളക്ഷനിലേക്ക് വരാം. ഇന്ന് സിനിമയ്ക്ക് ഇതുവരെ, അതായത് വൈകുന്നേരം 7:30 വരെ ലഭിച്ചിരിക്കുന്നത് 4,25,00,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ. അതായത് ഏറെക്കുറെ 4,70,00,000 രൂപയോളമാണ് ഇതുവരെയുള്ള സിനിമയുടെ കളക്ഷനായി ആദ്യ ദിനത്തിൽ നമുക്ക് വന്നിരിക്കുന്നത്. 5 കോടിയിലേക്ക് ടച്ച് ചെയ്യുമോ എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. നല്ല ഒരു കളക്ഷൻ എന്ന് തന്നെയാണ് ഇതിനെ പറയാനുള്ളത്. തിയേറ്റർ ഓക്യുപ്പൻസിയായി വരുന്നത് 51% ആണ്. 2,42,000 ടിക്കറ്റുകൾ ഇത്ര ഗംഭീരമായി വിറ്റുപോയി. നമുക്കറിയാം, ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ്. വളരെ ഹൈപ്പിൽ വന്ന, വളരെ പ്രതീക്ഷയോടെ വന്ന ഒരു ചിത്രമാണ്. ഈ വൈശാഖിൻ്റെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. ഐ ആം ഗെയിം പോലെയുള്ള ദുൽഖർ ചിത്രം പോലും പേടിച്ച് മാറാനുള്ള കാരണവും ഇത് തന്നെയാണ്. മറ്റൊന്നും ടോക്സിക് ആണെന്നുള്ളറിയാം. എന്നാലും ഈ ഒരു സിനിമയെ പേടിച്ചത് വലിയ മണ്ടത്തരമായി പോയി എന്നുള്ളത് തന്നെ ദുൽഖറിനോട് പറയാനുള്ളൂ. കാരണം ഇന്ന് ഓണത്തിനങ്ങ് ഇറക്കി വിടേണ്ടതായിരുന്നു ആ ഒരു സിനിമ കൂടി. ഇന്ന് 1,735 ഷോകളാണ് ഈ ഒരു സിനിമയ്ക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഫൈനലായിട്ടുള്ള കേരള കളക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 5,20,00,000 രൂപ വരെ വരുമെന്നുള്ളതാണ്. ഇനി ഈവനിങ് നൈറ്റ് ഷോസ് ഒക്കെ ഹെവി ആണെങ്കിൽ ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയങ്ങളൊന്നും വേണ്ട. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 10 കോടി കടക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രീസെയിലൂടെ 6.5 കോടി നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സിനിമ 10 കോടി കടക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മികച്ച ഒരു തുടക്കമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. മോഹൻലാലിൻ്റെ ക്യാമിയോ റോൾ തന്നെയാണ് ശക്തമായി നിൽക്കുന്നതെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ അശ്വിൻ ഗോക്കൊക്കെ പറയുന്ന പോലെ എത്രത്തോളം അതിന് ലിവറേജ് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. എന്തായാലും തുടക്കം മിന്നിച്ചിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളാണ് കണക്കുകൂട്ടലുകൾ എങ്ങനെയെന്ന് അറിയാൻ കഴിയുന്നത്. തുടക്കം എന്ന ചിത്രം തന്നെയാണ് ഇപ്പോഴും നമ്പർ 1 നിൽക്കുന്നത്. വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം.